നമസ്കാരം. ആനന്ദ് ന്യൂസിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ബലാത്സംഗ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിരസിച്ചിട്ട് പോലും നടൻ സിദ്ദിഖിനെ പിടികൂടാനാകാതെ ഇരുട്ടിൽ തപ്പുന്ന പോലീസിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഹൈക്കോടതി മുൻകൂർ ജാമ്യ ഹർജി തള്ളിയതിന് പിന്നാലെ അന്വേഷണം വളരെ വലിയ രീതിയിൽ വ്യാപിച്ചു. പക്ഷേ സിദ്ദിഖ് മാത്രം എവിടെയാണ് എന്ന് പോലീസിന് മാത്രം കണ്ടെത്താനായിട്ടില്ല. സിദ്ദിഖിനായിട്ട് എറണാകുളം കേന്ദ്രീകരിച്ച് രാത്രി ഇന്നലെ കഴിഞ്ഞ ദിവസമൊക്കെ വൈകിയൊക്കെ വളരെ വലിയ പരിശോധനകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനിടെ സിദ്ദിഖിൻ്റെ കാറ് ആലപ്പുഴയിൽ കണ്ടെത്തി എന്നുള്ള റിപ്പോർട്ടുകളടക്കം വരുന്നുണ്ടായിരുന്നു. പ്രമുഖ സിനിമാ പ്രവർത്തകർ അടക്കം നിരീക്ഷണത്തിലാകുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ സിദ്ദിഖിൻ്റെ മകനും സിദ്ദിഖ് എവിടെയാണ് എന്ന് അറിയില്ല എന്നാണ് പുറത്തു വരുന്ന സൂചന. ഇവരൊക്കെ എവിടെയാണ്, എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നമ്മുടെ പോലീസ് സംവിധാനത്തിന് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് പോലീസ് സംവിധാനമാണ് ഇതെന്ന് ചോദിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എറണാകുളത്ത് സിദ്ദിഖിൻ്റെ വീടുകൾ, സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയൊക്കെ വീടുകളെല്ലാം പോലീസ് അന്വേഷിച്ചു. പക്ഷേ ഹോട്ടലുകളിൽ അടക്കമുള്ള പരിശോധന കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിലൊക്കെ തുടർന്നുകൊണ്ടേയിരുന്നെങ്കിലും അതിനിടയിലാണ് പ്രതിയെ രക്ഷപ്പെടാൻ അനുവദിക്കുകയാണ് എന്ന് ആരോപിച്ചുകൊണ്ട് അന്വേഷണ സംഘത്തിനെതിരെ പ്രതിഷേധവും ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതാണ്. ഈ ലുക്കൗട്ട് നോട്ടീസ് ഉള്ളതിനാൽ വിദേശത്തേക്ക് കടക്കുവാനുള്ള സാധ്യതയില്ലെന്നാണ് നിഗമനം. പക്ഷേ ഈ സിദ്ദിഖിനായിട്ട് ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ട് പോലും പോലീസിന് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നത്. സിദ്ദിഖിനായിട്ട് ഇതര സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. സ്ഥിരം സിനിമാ ലൊക്കേഷനുകളെല്ലാം പോലീസ് അരിച്ചു പറക്കുന്നുണ്ട്. ആലുവയിലും വളരെ വലിയ വ്യാപകമായിട്ടുള്ള പരിശോധന നടത്തുകയും ചെയ്തു. പക്ഷേ കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ച സാഹചര്യത്തിൽ നടനായിട്ടുള്ള സിദ്ദിഖ് സുപ്രീം കോടതിയിൽ ഒരു ഹർജി നൽകുവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു എന്നുള്ളതാണ്. അതാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ആ ഹർജിയുമായി ബന്ധപ്പെട്ട് സിദ്ദിഖിൻ്റെ കേരളത്തിലെ അഭിഭാഷകർ ഡൽഹിയിലെ മുതിർന്ന അഭിഭാഷകരുമായിട്ടൊക്കെ വലിയ ചർച്ചകളൊക്കെ നടത്തി. അതിജീവിത പരാതി നൽകാൻ വൈകിയതടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഹർജി ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് പോലും. കാരണം 2016 നടന്ന സംഭവത്തിൽ 2024 പരാതി നൽകിയത് ചോദ്യം ചെയ്താണ് ഹർജി നൽകുന്നത് എന്നുള്ളതാണ്. അതേസമയം സിദ്ദിഖിൻ്റെ നീക്കം മുൻകൂട്ടി കണ്ട് തടസ്സവാദ ഹർജി സമർപ്പിക്കുവാൻ പരാതിക്കാരി കൂടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുക. ഇതോടുകൂടിയാണ് വലിയ നിയമ പോരാട്ടത്തിന് ഇത് വഴിയൊരുങ്ങുന്നത് എന്നുള്ളതാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ സിദ്ദിഖിൻ്റെ വാഹനം കഴിഞ്ഞ ദിവസം രാത്രി ആലപ്പുഴയിൽ കണ്ടതായിട്ടുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. ആലപ്പുഴയിലെ പ്രധാന റിസോർട്ടുകളിലും സ്റ്റാർ ഹോട്ടലുകളിലും ഒക്കെ സിദ്ദിഖിനായിട്ട് പോലീസ് തിരച്ചിൽ നടത്തി എന്ന് പറയപ്പെടുന്നുമുണ്ട്. പുന്നമടയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിന് മുൻപിലാണ് ഈ കാറ് കണ്ടത് എന്നാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് പോലീസ് അവിടെ എത്തപ്പെടാത്തത് അല്ലെങ്കിൽ കണ്ടുപിടിക്കാത്തത് എന്ന് ഇതിന് പോലീസ് പറയുന്ന മറുഭാഷ്യം എന്ന് പറയപ്പെടുന്നത് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള നീക്കമായിട്ടാണ് ഇതിനെ വിലയിരുത്തപ്പെടുന്നത് എന്നുള്ളതാണ്. സമ്മതിച്ചു, പോലീസിനെ ഞങ്ങൾ നമോവാകം പറയേണ്ടിയിരിക്കുന്നു. ഹൈക്കോടതിയിലെ വിധിപ്പകർപ്പുമായിട്ട് സുപ്രീം കോടതിയെ സമീപിച്ചാൽ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലുകൾ സിദ്ദിഖ് തീരുമാനിച്ചത് സുപ്രീം കോടതിയിലേക്ക് ചെല്ലുക, സുപ്രീം കോടതിയിൽ, അതായത് ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയ വിധിപ്പകർപ്പുമായിട്ട് നേരെ സുപ്രീം കോടതിയെ സമീപിച്ചാൽ കിട്ടാൻ പോകുന്നത് എന്തായിരിക്കും, ജാമ്യമാണോ, മുൻകൂർ ജാമ്യമാണോ എന്നൊക്കെ വലിയ പ്രതീക്ഷയിലാണ് എറണാകുളത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ എവിടെയോ ഒളിവിൽ നിന്നുകൊണ്ട് സിദ്ദിഖ് ചിലപ്പോൾ പോലീസുകാർക്ക് അടക്കം അറിയാവുന്ന ചില കാര്യങ്ങളായിരിക്കാം ഇത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം അതിൽ ഇത്രയും വലിയ സാധ്യതകൾ ഉണ്ടായിട്ടും സൈബർ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും പോലീസിൻ്റെ ഇൻ്റലിജൻസ് ഉണർന്ന് പ്രവർത്തിച്ചിട്ടുമൊന്നും നമുക്ക് ഈ സിദ്ദിഖിനെ പോലൊരു നടനെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ക്രിമിനലുകളെ എങ്ങനെയാണ് പോലീസ് സംവിധാനം ഉപയോഗിച്ച് കണ്ടെത്തുന്നത് എന്ന് പറയേണ്ടി വരും. കാരണം ഇത്രയും പ്രമുഖനായ, ഇത്രയും ആൾക്കാർക്ക് തിരിച്ചറിയാൻ കഴിയുന്ന സിദ്ദിഖിനെ പോലൊരു നടനെ മലയാളികളടക്കം കണ്ടുപിടിക്കപ്പെടും. മാത്രമല്ല അവിടെ പോലീസ് സംവിധാനം ഉപയോഗിച്ച് കണ്ടുപിടിക്കേണ്ടതുമാണ്. പക്ഷേ പോലീസിന് എന്തുകൊണ്ട് അതിന് കഴിയുന്നില്ല എന്നൊരു ചോദ്യം വളരെ കൃത്യമായി ഉണ്ടാകുന്നു. അപ്പോൾ പോലീസ് കൂടി ഇതിനൊരു സഹായം ചെയ്യുന്നുണ്ടോ? പോലീസിൻ്റെ സഹായത്തോടു കൂടി ഇങ്ങനെ സിദ്ദിഖ് മാറി നിൽക്കപ്പെടുന്നതാണോ? സിദ്ദിഖ് സുപ്രീം കോടതിയിൽ ചെന്ന് സുപ്രീം കോടതിയിൽ നിന്ന് ലഭിക്കാവുന്ന മുൻകൂർ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ അതിന് പ്രകാരം അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാതെ തടി തപ്പാമല്ലോ എന്ന് വിചാരിക്കുന്ന പോലീസുകാരാണോ ഇതിന് പിന്നിലെന്ന് സംശയിക്കുന്നു. പക്ഷേ ഞാനൊരു കാര്യം സൂചിപ്പിക്കട്ടെ, സുപ്രീം കോടതിയെ സമീപിച്ചാൽ, അതായത് ഈ ഹൈക്കോടതിയിലെ വിധിപ്പകർപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അതുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കുകയാണ് എന്നുണ്ടെങ്കിൽ സിദ്ദിഖിന് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഭയന്നുകൊണ്ട് തന്നെ സിദ്ദിഖ് കീഴടങ്ങുവാനുള്ള ആലോചനകൾ ഇപ്പോൾ നടത്തി വരുന്നുണ്ട്. ഒന്നുകിൽ ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ രാവിലെ സിദ്ദിഖ് നിയമത്തിന് മുന്നിൽ കീഴടങ്ങും എന്നാണ് അറിയാൻ കഴിയുന്നത്. ബാക്കിയുള്ള എല്ലാ പഴുതുകളും അടഞ്ഞ സാഹചര്യത്തിൽ സിദ്ദിഖിന് മുന്നിൽ മറ്റു വഴികളൊന്നുമില്ല, കോടതിക്ക് മുന്നിലേക്ക് എത്തുക എന്നത് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ സിദ്ദിഖ് ഇന്നലെ മുതൽ ഒളിവിലായിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു അവസ്ഥയായിരുന്നു. ചിലപ്പോൾ ഇനി വലിയ പോലീസുകാർക്ക് വല്ലതും ഇതിനെക്കുറിച്ച് അറിയാമായിരുന്നു എന്ന് ചോദിച്ചാൽ മലയാളികൾ സംശയലേശമന്യേ പറയും പോലീസുകാർക്കൊക്കെ ഇതൊക്കെ അറിയാം,
പക്ഷേ അവർ ഇത്തരത്തിലുള്ള ഉന്നതന്മാർക്ക് വേണ്ടിയിട്ട് കുഴലൂത്ത് നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവണതകൾ ഇവിടെ ഉണ്ടാകുന്നത്. അല്ല എങ്കിൽ ഒരു സാധാരണക്കാരനെ ആയിരുന്നുവെങ്കിൽ ഇന്നലെ രാത്രിക്കുള്ളിൽ അല്ലെങ്കിൽ ഇന്നലെ ഉച്ചയ്ക്കോടുകൂടി തന്നെ സിദ്ദിഖ് അല്ലായിരുന്നുവെങ്കിൽ സാധാരണക്കാരനായിരുന്നെങ്കിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചേ. സിദ്ദിഖ് ആയതുകൊണ്ടും ഉന്നതന്മാരായതുകൊണ്ടും അവരെ പിടികൂടാൻ പോലീസിന് ഭയമാണ് എന്നും അല്ലെങ്കിൽ അവരെ രക്ഷപ്പെടുത്തുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നു എന്നും വേണമെങ്കിൽ പറയാം. ഇവിടെ രണ്ടാണ് കാര്യങ്ങൾ. ഒന്ന് മുകേഷ് എന്ന് പറയപ്പെടുന്ന വ്യക്തി. മുകേഷ് എന്ന് പറയപ്പെടുന്ന സിനിമാ നടനും ഒപ്പം തന്നെ MLA-യുമായ മുകേഷിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. അതിനുശേഷം മുൻകൂർ ജാമ്യത്തിൻ്റെ ബലത്തിൽ അദ്ദേഹം പുറത്തുവിടുകയും ചെയ്തു. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിണറായി വിജയൻ്റെ പോലീസ് കാണിക്കുന്ന ആ രീതിയുണ്ടല്ലോ. അതായത് മുകേഷിനെ വളരെ സമർത്ഥമായി രക്ഷിക്കുകയും സിദ്ദിഖിനെ പോലൊരു കോൺഗ്രസ്സുകാരനെ വളരെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് കൃത്യമായി ജയിലിലേക്ക് അടയ്ക്കുന്നതിനുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്യുന്നു എന്നുള്ളത് രാഷ്ട്രീയപരമായി അതിനങ്ങനെ കാണേണ്ടി വരുന്നു എന്ന് കൂടി പറയേണ്ടിയിരിക്കും. ഇനി രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ചാൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ പോലീസുകാരുടെ ഒത്താശ അല്ലെങ്കിൽ പോലീസുകാരുടെ ഒരു കണ്ണടക്കൽ, ഒരു പിന്തുണ ഇതിനുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അവരുടെ ഒത്താശയോടുകൂടിയാണോ സിദ്ദിഖ് ഇങ്ങനെ ഒളിവിൽ കഴിയുന്നത് എന്നൊരു ചോദ്യമാണ് പുറത്തു വരുന്നത്. എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ പോലീസിന് മുന്നിൽ അല്ലെങ്കിൽ നിയമത്തിന് മുന്നിൽ സിദ്ദിഖിന് തലകുനിച്ചേ മതിയാകൂ. എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ സിദ്ദിഖ് ഈ നിയമത്തിന് മുന്നിൽ കീഴടങ്ങുക തന്നെ ചെയ്യും.